എന്താ മക്കളെ, എല്ലാവരും എന്താ ഇങ്ങനെ നോക്കണേ? എന്റെ പേര് സാറാമ്മ. ഇസ്രായേലിന്റെ ഒരു മുതുമുത്തശ്ശിയായിട്ട് വരും. കട്ട വെയിറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടാ? എന്നാ അതുക്കും മുകളിലുള്ള ഒരു വെയിറ്റിംഗ് ഉണ്ട്. അതാണ് കുഞ്ഞുങ്ങളെ എന്റെ കഥ. കുറെ വർഷങ്ങൾക്ക് മുൻപ് ദൈവവിശ്വാസിയായ എന്റെ കെട്ടിയോൻ അബ്രാഹം ഒരു ദിവസം ഓടി വന്ന് എന്നോട് പറഞ്ഞു, നാടും വീടും വിട്ട് ഇറങ്ങണമെന്ന്. അതിനേക്കാൾ വലിയ കോമഡി, എങ്ങോട്ടാ പോകേണ്ട ഒരു ധാരണയും ഇല്ല എന്നാണ്. പക്ഷെ ദൈവം പറഞ്ഞാൽ പിന്നെ മറുചോദ്യം ഇല്ല. ഉടൻ തന്നെ ഇറങ്ങി. യാത്രക്കിടയിൽ ദൈവം ഒരു സർപ്രൈസ് വാഗ്ദാനം തന്നു, ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന്. ആ കുഞ്ഞിലൂടെ ഒരു വലിയ ജനത തന്നെ ഉണ്ടാകുമെന്ന്. ഞങ്ങൾ കാത്തിരുന്നു. 1 വർഷം, 5 വർഷം, 10 വർഷം. എന്റെ പ്രായം 80 കടന്നു. ആ സമയത്ത് ഞാൻ വിചാരിച്ചു ദൈവത്തെ ഒന്ന് സഹായിക്കാമെന്ന്. അങ്ങനെ എന്റെ ദാസി ഹാഗാറിനെ അബ്രഹാമിന് കൊടുത്തു. സംഗതി ഉഷാറാവുമെന്ന് വിചാരിച്ച് എനിക്ക് തെറ്റി. ഫാമിലിയിൽ പ്രശ്നങ്ങളുടെ പെരുന്നാളായിരുന്നു. മക്കളെ, ലൈഫിൽ ഷോർട്ട് കട്ട് നോക്കിയാൽ ഇതുപോലെ പണി പാളൂട്ടാ. അങ്ങനെ എനിക്ക് പ്രായം 90ആയി. പല്ലൊക്കെ പോയി, മുടിയൊക്കെ നരച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ 3 പേര് വന്ന് പറയുകയാണ്, അടുത്ത വർഷം സാറയ്ക്ക് ഒരു മകനുണ്ടാവുമെന്ന്. സത്യം പറഞ്ഞാൽ എന്റെ കൺട്രോൾ പോയി. ഞാൻ അങ്ങോട്ട് ചിരിച്ചു. അപ്പോഴുണ്ട് അതിഥിയുടെ ചോദ്യം. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 13, 14 തിരുവചനങ്ങൾ. വൃദ്ധയായ തനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ചു. സാറ ചിരിച്ചത് എന്തുകൊണ്ട്? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? മക്കളെ, പിറ്റേ വർഷം എന്റെ കയ്യിൽ, എന്റെ ചോരയിൽ പിറന്ന ഒരു കുട്ടി. 90-ാം വയസ്സിൽ പ്രസവം. ഞാൻ അവനെ ഇസഹാക്ക് എന്ന് പേരിട്ടു. അർത്ഥം എന്താണെന്നറിയാമോ? ചിരി. എന്നെ നോക്കി കളിയാക്കി ചിരിച്ചവർക്ക് മുമ്പിൽ ഞാൻ അഭിമാനത്തോടെ ചിരിച്ചു. ഒറ്റ കാര്യം പറയാനുള്ളൂ, ദൈവഹിതത്തിന് ഷോർട്ട് കട്ട് ഉണ്ടാക്കാൻ പോകരുത്. പുള്ളിക്ക് പുള്ളിയുടെ ടൈമിംഗ് ഉണ്ട്, അതാള് സെറ്റാക്കും. ജസ്റ്റ് വെയിറ്റ്.